നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ അഭിനന്ദിക്കേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അഭിനന്ദനത്തിന്റെ ഒന്നും ആവശ്യമില്ല ആന്റി. ചാരുവിനെ കരയിപ്പിക്കണം. അവൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവരുത്. ഇപ്പൊ എന്താ അവളുടെ അവസ്ഥ? കരഞ്ഞു തീർന്നിട്ടില്ല, കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കല്ലേ. അത് കണ്ട എന്റെ സന്തോഷം തീരുന്നില്ല. അവളെ ഇങ്ങനെ കരയിപ്പിക്കണമെന്ന് ഞാൻ എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നറിയോ. അതെ, എന്റെ ആഗ്രഹം സാധിച്ചു തന്നത് ശ്രേയ, ആകാശന്റെ മോനൊക്കെയാ. പക്ഷേ അവൻ ചാരുവിന്റെ കഴുത്തിൽ എന്ന് താലി കെട്ടിയോ അപ്പം മുതൽ എനിക്ക് അവനോടുള്ള വാത്സല്യം ഇല്ലാതെ. അവനെ കാണാതായതിൽ എനിക്ക് വിഷമമൊന്നുമില്ല ശ്രേയ. അവനെ കാണാതെയുള്ള ചാരുവിന്റെ കരച്ചിൽ കാണുമ്പോ ഹോ, അവൾക്കോ അവളുടെ മാമനും ഉറക്കമില്ലാത്ത രാത്രികളാണെന്ന് കാണുമ്പോഴുണ്ടല്ലോ. ചാരുവിന്റെ സമാധാനം നഷ്ടപ്പെട്ടത് ഓർക്കുമ്പോ എനിക്കും വലിയ സന്തോഷമായി. ശ്രേയ, എന്തൊക്കെ സംഭവിച്ചാലും ശ്രേയ കേസ് പിൻവലിക്കരുത്. തുണിക്കച്ചവടക്കാരി കോടതിയിലും പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങുന്നത് എനിക്ക് കണ്ടാസ്വദിക്കണം. അത്രേ ഉള്ളൂ, അത് ഞാൻ ഏറ്റു. ശരി, ഫോൺ വെച്ചോട്ടെ. ആരും കാണാതെ ഞാൻ വിളിക്കുന്നതേ. ശരിയാണ്. ശരി ശ്രേയ. ആരാടാ, മാടാണോ? ആ അതേടാ. എന്നാ വണ്ടിയെ കൂടെ ഒതുക്ക. ഇവനെ എവിടെ കൊണ്ട് തള്ളണമെന്ന് ചോദിക്കേ. മാഡം പറയുന്നത് പോലെ ചെയ്യാം. ആ മാഡം. അവന് ബോധം വന്നോ? ഇല്ല മാഡം, 48 മണിക്കൂർ കഴിഞ്ഞാലേ ബോധം വരും. വെരി ഗുഡ്. അവനെ തേടി അലയട്ടെ എല്ലാരും. ഞാൻ പറയുന്നത് വരെ നിങ്ങൾ അവനെയും കൊണ്ട് ചുറ്റിത്തിരിയണം. ഓക്കെ മാഡം. ചേച്ചി, ഇന്ന് തന്നെ അക്കുച്ചേട്ടനെ കണ്ടുപിടിക്കാൻ പറ്റും. ചേച്ചി പേടിക്കണ്ട, ശക്തിയുള്ള ദേവിയാ. ദേവിയുടെ അനുഗ്രഹം ഉണ്ടായാൽ മതിയായിരുന്നു. ഉണ്ടാവും ചേച്ചി, ചേച്ചി പ്രാർത്ഥിച്ചാ മതി. അമ്മേ, അക്കുച്ചേട്ടനെ എന്റെ അരികിൽ എത്തിക്കാൻ കഴിയില്ലേ? എന്നെ എന്തിനെങ്ങനെ പരീക്ഷിക്കുന്ന? ഞാനും ബാലമാമനും അക്കുച്ചേട്ടനെ തേടി നാട് മുഴുവൻ അലഞ്ഞു. ഞങ്ങൾ എന്തിനെങ്ങനെ വേദനിപ്പിക്കുന്ന? ഞങ്ങൾ എന്ത് പാപം ചെയ്തിട്ടാ അമ്മ? എന്റെ കഴുത്തില് അക്കുച്ചേട്ടൻ താലി കെട്ടിയ ആ നിമിഷം മുതൽ ഇതുവരെ സമാധാനം എന്താന്ന് അറിഞ്ഞിട്ടില്ല. ഞാനും അക്കുച്ചേട്ടനും പരസ്പരം മനസ്സിലാക്കി തുടങ്ങിയത് ഇപ്പോഴല്ലേ. ഒന്ന് സ്നേഹിച്ചു തുടങ്ങിയപ്പോഴേക്കും അക്കുച്ചേട്ടൻ എവിടെയാന്ന് പോലും അറിയാതെ അമ്മയുടെ മുന്നിൽ നിൽക്കുക ഞാൻ. എന്തിനാ അമ്മ അക്കുച്ചേട്ടനെ എന്റെ കൺമുന്നിൽ നിന്ന് മാറ്റിയത്? ഞാൻ അക്കുച്ചേട്ടനെ വിട്ട് പോകാനിരുന്നതല്ലേ, അതിനനുവദിക്കാതെ ഞങ്ങളെ ഒന്നാക്കി. എനിക്കിപ്പോ അക്കുച്ചേട്ടനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല അമ്മ. എന്റെ അക്കുച്ചേട്ടന് എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ
രക്ഷിച്ച് അമ്മ എന്റെ മുന്നിലെത്തിക്കണം. എന്റെ ജീവിതം അക്കുച്ചേട്ടൻ, ആ ജീവിതമാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് എന്റെ അക്കുച്ചേട്ടനെ തിരിച്ചു താ അമ്മ. അക്കുച്ചേട്ടനെ കാണാതെ എല്ലാരും മനസ്സ് വേദനിച്ചിരിക്കുക. ആ വേദനയ്ക്ക് പരിഹാരം തരേണ്ടത് അമ്മയാ. ഞങ്ങളുടെ കണ്ണീരൊപ്പേണ്ട കൈ അമ്മയുടേതായിരിക്കണം. എന്റെ കണ്ണീരിന് കാരണമാകാതെ കണ്ണീരിന്ന് തുടച്ചൂടെ. കരയിപ്പിച്ച് നോക്കിയിരിക്കല്ലേ അമ്മ. അക്കുച്ചേട്ടൻ ഓഫീസിലെ കാശ് മോഷ്ടിച്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാരും. ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കുമ്പോ ഉണ്ടാവുന്ന വേദന എന്നെക്കാൾ നന്നായിട്ട് അമ്മയ്ക്കറിയാലോ. കണ്ണകയല്ലേ അമ്മ. സ്വന്തം ഭർത്താവായ കോവലന് ചിലമ്പ് മോഷ്ടിച്ചവനെന്ന് മുദ്ര കുത്തി ആ നിരപരാധിയുടെ ശിരസ് ഛേദിച്ചപ്പോ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിച്ച് മധുര നഗരം ചുട്ടരിച്ചതല്ലേ അമ്മ. ആ കണ്ണകയുടെ അവസ്ഥയില്ല ഞാനിപ്പോ. അക്കുച്ചേട്ടനെ ആരൊക്കെയോ ചേർന്ന് കണ്ണനാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്ക. എന്റെ വേദന മനസ്സിലാക്കി എന്റെ അക്കുച്ചേട്ടനെ രക്ഷിക്കണം. അക്കുച്ചേട്ടൻ ഓഫീസിലെ കാശുമായിട്ട് മുങ്ങിയതല്ലെന്ന് എനിക്ക് തെളിയിക്കണം. അതിനമ്മയുടെ അനുഗ്രഹം വേണം. എന്റെ കയ്യില് അമ്മയ്ക്ക് എന്റെ ഉള്ളം കയ്യിൽ കർപ്പൂരാരതി ചെയ്യാൻ പോവാ. കലിമോളെ കർപ്പൂരങ്ങിത്ത. ചേച്ചി ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? എന്റെ വേദന കണ്ടേ അമ്മയുടെ മനസ്സലിയുമെങ്കില് അങ്ങനെ ആവട്ടെ മോളെ. ചേച്ചി അതൊന്നും വേണ്ട. വേണം മോളെ.